ഇവിടെ അൻവർ ഒരു ഫാക്ടറായിരുന്നു എന്ന് ചോദിച്ചാൽ, അൻവർ ഇലക്ഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ അദ്ദേഹം അവിടെ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറയുന്നത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയ ഗോധയിൽ. ആ അർത്ഥത്തിൽ അൻവറിന് പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന് ഇലക്ഷൻ്റെ റിസൾട്ടിനെ കുറേയെല്ലാം സ്വാധീനിക്കുവാനും രണ്ട് മുന്നണികളുടെയും കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളിൽ അതെങ്ങനെയാണ്, ആർക്കാണ്, ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആർക്കാണ് കൂടുതൽ നഷ്ടം വരുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ഈ തോന്നുന്നത് അത് LDFനെയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ളത്. കാരണം അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം പ്രധാനമായും പിണറായിസത്തിനെതിരെ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിനോടും അതുപോലെ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുള്ള ചില രാഷ്ട്രീയങ്ങളോടുമായിരുന്നു. അത് കുറേയെല്ലാം അൻവറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടി അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി അവതരിപ്പിച്ചത് അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ വിരുദ്ധ രാഷ്ട്രീയമായിട്ടാണ്. അപ്പം അതുകൊണ്ട് അൻവർ ഉന്നയിച്ചതുകൊണ്ട് അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളായിട്ട് വരുവാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വോട്ട്, അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ എല്ലാമല്ല ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ പോക്കറ്റിലേക്ക് പോകാവുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടായിരിക്കാനാണ് സാധ്യത. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതാണ് 1-2 ദിവസങ്ങളിൽ. അപ്പോൾ അൻവറിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു 50% ആൾക്കാരൊക്കെ പറയുന്നത് അൻവർ സത്യസന്ധനായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാണെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ ഒരു കോമൺ സെൻസിൽ ഒരു സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന പ്രസ്താവനകളാണ്. അപ്പോൾ അതിനൊരു അംഗീകാരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം കുറേ വോട്ടുകൾ പിടിക്കാം. അത് ഒരു ഫാക്ടറായിരുന്നു. അപ്പം അൻവർ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രസക്തനായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിങ്ങിൽ അദ്ദേഹം പ്രസക്തനാണ്. അദ്ദേഹം പിടിക്കുന്ന വോട്ട് രണ്ട് മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു, അവൾ ഭരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്നു. ആ മണ്ഡലത്തിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദികളായി ജനങ്ങൾ കാണാൻ സാധ്യതയുള്ളത് ഭരണകർത്താക്കളെയാണ്. സ്വാഭാവികമായി അവിടെ വന്യജീവി ശല്യം എന്ന് പറയുന്നതാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉണ്ടാക്കിയൊരു പ്രശ്നമല്ല. അവിടെ വന്യജീവികളുണ്ട്. അത് കേന്ദ്ര വനം നിയമവുമായും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതൊരു സർക്കാരിന് ഒരു പരിധി വിട്ട് നിയന്ത്രിക്കുവാനും കഴിയില്ല. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇഷ്ടക്കേട് എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിനെതിരെയായിരിക്കും. മാത്രവുമല്ല, ഈ അൻവറിൻ്റെ തന്നെ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ കോറായിട്ടുള്ള CPMൻ്റെ അണികളുമായിട്ടൊന്നും അത്ര നല്ല ബന്ധമുണ്ടായിരുന്നില്ല. അണികളെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ആ മണ്ഡലത്തിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവിടെയുള്ള പല വികസന പ്രവർത്തനങ്ങളും അൻവറിലൂടെ നടന്നു എന്ന് വരുത്തുവാനോ ഒന്നും ഇടതുപക്ഷം ഒരു പരിധി വിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെയുള്ള പല വികസന പ്രവർത്തനങ്ങളും, ഇപ്പം ബൈപ്പാസ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ റെയിൽവേ ലൈനിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബസ് സ്റ്റേഷനാണെങ്കിലും ഒക്കെ കഴിഞ്ഞ 9 വർഷമായിട്ടും കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ പല പ്രശ്നങ്ങളും അൻവർ ഉന്നയിച്ചതും അല്ലാത്തതും അതുപോലെ തന്നെ ജനങ്ങൾ നേരിടുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും, ഈവൻ ക്ഷേമ പെൻഷൻ വരെ കൊടുത്തുവെങ്കിലും അതും സർക്കാരിനെതിരെ ഒരു ചെറിയ വികാരമായി മാറുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും നമ്മളവിടെ അന്വേഷിച്ചതില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾക്കിതൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ അതിനോടൊപ്പം അവർ ചേർത്ത് വയ്ക്കുന്നതാണ് വിലക്കയറ്റം എന്ന് പറയുന്ന പ്രശ്നം. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും കാര്യമായി ഉന്നയിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ജനങ്ങൾക്കതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതുണ്ട്. അതെല്ലാം ഒരു പരിധിവരെയെങ്കിലും ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് വരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല, ഇത് പരമ്പരാഗതമായിട്ടൊരു UDFന് സ്വാധീനമുള്ള മണ്ഡലമാണ്. പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഡൈനാമിക്സിൻ്റെയും ഭാഗമായിട്ട് ഇപ്പം ആര്യാടൻ തന്നെ ആദ്യം ജയിക്കുന്നത് ഇടതുപക്ഷ പിന്തുണയോടാണ് 1950 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല രീതിയിൽ ആര്യാടനാണ് പിന്നീട് അവിടെ ഡൊമിനേറ്റ് ചെയ്തിരുന്നത്. പലരുമൊക്കെ സീനിൽ വന്ന് പോയിരുന്നുവെങ്കിലും പിന്നീടാണ് 2016 21 അൻവറും, അതും എന്താണ് ഒരു പ്രത്യേക രാഷ്ട്രീയ സമവാക്യത്തിലാണ് UDFന് ആ മണ്ഡലം നഷ്ടപ്പെടുന്നത്. അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോൾ UDFൻ്റെ ഒരു പരമ്പരാഗത മണ്ഡലത്തിൽ ഈ അൻവർ ഉയർത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ഭരണപരവും അല്ലാതെയുമായിട്ടുള്ള ചില 9 വർഷമായി ഭരണത്തിലിരിക്കുന്നൊരു സർക്കാരിന് അവിടുത്തെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഒക്കെ ഇടപെടുവാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി ജനങ്ങളിലുണ്ടായിട്ടുള്ള ചില അനിഷ്ടവുമൊക്കെ ചിലപ്പോഴൊരു ഭരണവിരുദ്ധ വികാരമായി മാറുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പം ആ 2-3 ഫാക്ടർ ചേരുമ്പോൾ എൻ്റെ ഒരു അവലോകനം എന്ന് പറയുന്നത് അവിടെ ഒരു UDFന് അനുകൂലമായിട്ടുള്ളൊരു വിധിക്കാണ് സാധ്യത
അതിന് പല കാരണം, അത് നമ്മുടെ UDF പ്രചരണത്തിലാണെങ്കിലും മറ്റ് ഇലക്ഷൻ മാനേജ്മെൻറ്റിലും ഒക്കെ ആണെങ്കിലും അതിനും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കണം. ഇത്തരത്തിലുള്ള 2-3 ഇസങ്ങൾ നമുക്ക് വേണമെങ്കിൽ അവിടെ സതീശനിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഇപ്പോൾ ചിലർ പറയുന്നു, പിണറായിസമുണ്ട്, അവിടെ ഒരു അൻവറിസമുണ്ട്. അത് ഇലക്ഷനോടുകൂടി തീരാനാണ് സാധ്യത, പക്ഷേ ഇലക്ഷനിൽ അത് ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ അവിടുത്തെ വോട്ടേഴ്സ് എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഇങ്ങനെ സംഭവിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ. അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ശരി.